അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ ഈ ഒരു 19-ാം വയസ്സിൽ ഈ ഒരു ഡിസിഷൻ എടുത്തത് എത്ര കറക്റ്റ് ആയിട്ടുണ്ട്. കാരണം അവരും അതിൽ ഞാൻ കോഴ്സ് അറ്റൻഡ് ചെയ്തു. അതില് ഒരുപാട് കാര്യങ്ങൾ നമ്മള്, അതായത് സാർ അത് ഇൻക്ലൂഡ് ചെയ്തതിന് ഞാൻ താങ്ക്സ് പറയാണ്. കാരണം ഇതറിയാത്ത ഒരുപാട് പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുമായിരുന്നു, ഇത് സാധനം കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ. നമ്മുടെ ഹോൾ ഓഫ് ഫ്രെയിം ഇന്റർവ്യൂയിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു മീറ്റിംഗില് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ഓരോ സ്റ്റെപ്പ് അച്ചീവ്മെന്റ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മളെ ഷെയർ ചെയ്യുന്നതിലൂടെ ബാക്കിയുള്ള കൂടെയുള്ള മെമ്പേഴ്സിനും അതിലൂടെ ഒരു പാത്തിലേക്ക് കയറി വരാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊരു നല്ല തുടക്കമാണ്. അപ്പോൾ നമുക്ക് സംസാരിച്ച് തുടങ്ങാനായിട്ട് അൻസറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സിലേക്ക് എത്തുന്നത്, ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ബിസിനസ്സുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉള്ള ബാക്ക്ഗ്രൗണ്ട് ആണോ, ഒന്ന് ഷെയർ ചെയ്യോ, എവിടെയാണ് ലൊക്കേഷൻ, കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഓക്കെ, താങ്ക് യു സാർ. ഈ ഒരു ഹോൾ ഓഫ് ഫ്രെയിമിലേക്ക് ആദ്യം തന്നെ വെൽക്കം ചെയ്തതിന് സാർ ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്. എന്റെ പേര് അൻസാർ എന്നാണ്. വീട് സ്ഥലം വരുന്നത് കാലിക്കറ്റ്, കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി, പൂനൂരാണ്. ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്, ഡിഗ്രി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. വീട്ടിലാരൊക്കെയാണെന്ന് ചോദിച്ചാല് ഫാദർ, മദർ, 2 ബ്രദേഴ്സ് ആണുള്ളത്. ഫാദറിന് ബിസിനസ് ആണ്. വലിയ രീതിയിലൊന്നുമല്ല, ഒരു സൈക്കിൾ, ടോയ്സ്, ബർത്ത്ഡേ ഗിഫ്റ്റ്, അതിന്റെ ഒരു ബിസിനസ് ആയിട്ട് 2 ഷോറൂം ഉണ്ട്. അതിലൂടെയാണ് പോകുന്നുള്ളത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇതിലേക്കുള്ളത്. അതുകൊണ്ട് കണ്ടു വളർന്നുകൊണ്ടായിരിക്കും ഇതിലേക്ക് പണ്ട് മുതലേ ഇതിലേക്കുള്ള ആഗ്രഹമായിരുന്നു. എന്തെങ്കിലും ഒരു സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഏകദേശം 10ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഓരോ സ്കില്ലുകൾ പഠിക്കാൻ തുടങ്ങി. അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേ ബൈ ഡേ ശ്രമിക്കാറുണ്ട്. 10ാം ക്ലാസ്സിന് ശേഷം ഇതുവരെ വീട്ടിൽ നിന്ന് പൈസ വാങ്ങേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അന്ന് മുതലേ ഞാൻ ഓരോ സ്കില്ല് അപ്ഡേറ്റ് ചെയ്തതോടുകൂടി എനിക്ക് ഏർണിംഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്താ പഠിക്കുന്ന, ഏതിനാണ് സബ്ജക്ട് എടുത്തിരിക്കുന്നത്, ഏതാണ്? ഞാൻ BA അഡ്വർടൈസിംഗ് സെയിൽസ് മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ പുതിയ കോഴ്സാണ്. ഇപ്പൊ ഞങ്ങളെ കോളേജിൽ മാത്രമാണ് ഇതുള്ളത്. MA കോളേജ് മുക്കത്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 40 സീറ്റ്സ് മാത്രമാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു സബ്ജക്ട് തിരഞ്ഞെടുക്കാൻ കാരണം അഡ്വർടൈസിംഗ്? ബേസിക്കലി ഞാൻ അലോട്ട്മെന്റ് കൊടുത്തു. എനിക്ക് 2 കോളേജിൽ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് BCom-നായിരുന്നു. ബ്രദർ എഞ്ചിനീയറിംഗ് പഠിച്ചു, അവൻ ആ ഒരു ഫീൽഡിൽ പോയി. പക്ഷെ എനിക്ക് ഒന്നുകൂടി താല്പര്യം ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ പഠിക്കുന്നില്ല, ബിസിനസ്സിലേക്ക് പോകാന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിട്ടുണ്ടായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിന്റെ പുറത്താണ് പഠനത്തിലേക്ക് പോയിട്ടുള്ളതും. അങ്ങനെ BCom-ഉം ഈ ഒരു 2 ഓപ്ഷൻ കിട്ടി. ആദ്യം BCom-ൽ ജോയിൻ ചെയ്തു ടെമ്പററി ആയിട്ട്. അന്ന് രാത്രിയാണ് ഈ ഒരു കോളും വരുന്നുള്ളത്. ഇങ്ങനെ ഈ ഒരു കോഴ്സിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു ന്യൂജൻ ട്രെൻഡിലേക്കാണല്ലോ നമുക്ക് ട്രൈ ചെയ്യാറുള്ളത്. എല്ലാവരും സഞ്ചരിച്ച പാതയിൽ നിന്നും മാറിയിട്ട് വേറൊരു പാതയിലേക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് സെലക്ട് ചെയ്തു. ഞാൻ അതിനെ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഫ്യൂച്ചറിൽ ഇതായിരിക്കാം മാർക്കറ്റ് എന്ന് മനസ്സിലാക്കി. അതിൽ പഠിപ്പിക്കുന്ന മൊഡ്യൂൾസ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ 1 മന്ത് ഇന്റേൺഷിപ്പ് കമ്പൽസറി ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഇത് മാത്രമാണുള്ളത്.
സോ അതങ്ങനെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, വീട്ടുകാരോട് തിരക്കിച്ചു. എനിക്ക് തന്നെ മതി എന്ന് പറഞ്ഞ് ഞാൻ അത് പോയി അഡ്മിഷൻ എടുത്തു. ഇന്ന് ഞാൻ ഒരിക്കലും ഖേദിക്കുന്നില്ല. അതിന് എനിക്ക് അത്രത്തോളം റിസൾട്ട് ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. കോളേജിന്റെ ഭാഗത്തു നിന്നായാലും കോഴ്സിന്റെ ഭാഗത്തു നിന്നായാലും ഞാൻ ഇന്ന് പഠിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും സെയിം ആണ്. സോ എക്സാം വരികയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് വർക്കിലും വരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ എക്സാം എഴുതാനോ വേറെ പഠിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് വരുന്നില്ല. അതെ അതെ, കാരണം നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഓരോ വർക്കുകൾ എടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഈ ഫാദറിന്റെ ബിസിനസ് ട്രഡീഷണൽ ആയിട്ടാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ സെയിൽസ് ഉണ്ടായിരുന്നോ? ഇപ്പൊ അത് ട്രഡീഷണൽ ആണ്, നമ്മളത് ഓൺലൈനിലേക്ക് ആക്കാനുള്ള പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിന്റെ വർക്ക് ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൈക്കിള്, ടോയ്സ്, ബർത്ത്ഡേ ഗിഫ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതിൽ ഓൺലൈൻ സൈഡായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. മെയിൻലി നമ്മൾ ഓഫ്ലൈൻ കസ്റ്റമേഴ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കാൽസൽ കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം? ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ആഡ് കാണുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കിൽ ഇങ്ങനെ അപ്ഡേറ്റ് ആവണം, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ഒരാളാണ്. പൈസ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് എല്ലാത്തിനും വേണ്ടി ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യില്ല. എനിക്ക് വാല്യൂ കിട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. വെറുതെ ഫുഡ് അടിച്ച് തീർക്കാനോ അല്ലെങ്കിൽ കറങ്ങി നടക്കാനോ അതിനൊന്നും ഞാൻ മാക്സിമം പോവാറില്ല. എന്റെ ഫ്രണ്ട് സർക്കിൾ എടുത്താലും ഒക്കെ കുറവായിരിക്കും. കാരണം ഞാൻ നടക്കുന്ന പാതയും ഞാൻ ചിന്തിക്കുന്ന ആ ഒരു വേല് ചിന്തിക്കുന്നവരെ എനിക്ക് കിട്ടാൻ പ്രയാസമാണ്. കാരണം എന്റെ പുറം നടന്നാൽ ഞാൻ വേറെ എന്തെങ്കിലും ചിന്തയിലോ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ആയിരിക്കും ഞാൻ എപ്പോഴും സംസാരിച്ചിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റിയിലായിരിക്കും ഞാൻ പോകുന്നുണ്ടാവുക. സോ എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നതും എനിക്കുള്ള റിലേഷൻ എന്ന് പറയുന്നതും എന്നെക്കാട്ടിലും മുതിർന്നവരായിട്ടാണ് ഞാൻ എപ്പോഴും എന്റെ കൂടെയുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളത്. സോ ബിസിനസ്സുകാർ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ അടുത്ത് നിന്നുള്ള ഡാറ്റാസും അല്ലെങ്കിൽ അവര് പറയുന്ന സംസാരങ്ങളൊക്കെ കൂടി കേൾക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടി ചിന്തിക്കാനുള്ള കഴിവാണ് കിട്ടുന്നുള്ളത്. ഞാൻ ഇരിക്കുന്ന സ്റ്റേജ് ഇതല്ല, എനിക്ക് ഒന്നുകൂടി ഡെവലപ്പ് ആവേണ്ടതുണ്ട് എന്നുള്ള അവിടെ നിന്ന് മനസ്സിലാവും. സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു മെന്ററിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ ഏതൊക്കെയോ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ അറിയാം, പക്ഷെ എങ്ങനെ ഒന്ന് റൂട്ടിലേക്ക് പോകണം എന്നുള്ളതിന്റെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിനെ കുറിച്ച് കേട്ടിട്ടുള്ളതും. അങ്ങനെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കുമ്പോൾ സാറ് ആദ്യം കാണാറുണ്ട്, ഫേസ് നമുക്ക് പിന്നെ മറക്കില്ലല്ലോ. അങ്ങനെ ഇൻസ്റ്റയില് ഞാൻ കാണാറ് തുടങ്ങി. അങ്ങനെ പിന്നെ 2 വെബിനാറിൽ അറ്റൻഡ് ചെയ്തു. അന്ന് എനിക്ക് ഇതാക്കാൻ പറ്റില്ല. സോ പിന്നീട് ഞാൻ പൈസ എനിക്ക് ആദ്യം കൺഫ്യൂഷൻ ആയിരുന്നു, പോകണോ എടുക്കണ്ടേ. സോ അവർ എമൗണ്ട് ഉണ്ടല്ലോ, കാരണം വീട്ടിൽ ചോദിച്ചാൽ തരില്ല. സോ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഏൺ ചെയ്ത എമൗണ്ട് ആണ്. അപ്പൊ അത് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് റിട്ടേൺ കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും നോക്കിയില്ല, ആക്ഷൻ എടുത്തു. എല്ലാവരോടും എനിക്ക് പറയാനുള്ളതാണ്, ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് റിട്ടേൺ കിട്ടുള്ളൂ. അല്ലാതെ എല്ലാവരും ചെയ്യുന്ന പാതയിൽ പോയിട്ട് എനിക്കൊന്നും ആവാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവിടുന്ന് ഒരു ആക്ഷൻ എടുത്തതുകൊണ്ട് എനിക്ക് ഇന്ന് ഈ സീറ്റിൽ ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇൻസ്റ്റയിൽ ആഡ് കണ്ടു. സോ അതിലൂടെ ഞാനൊരു എൻക്വയറി നടത്തി സാറിന്റെ ഫ്രീ വെബിനാറിൽ അറ്റൻഡ് ചെയ്തു. അതിൽ ഡാറ്റാസ് ഒക്കെ കിട്ടി. സോ അത് കഴിഞ്ഞ് ഏകദേശം 3 or 4 days കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് ലിങ്ക് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പിന്നീട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ക്ലാസ് തന്നെ ഞാൻ കേട്ടു. എനിക്ക് ഡിസപ്പോയിന്റഡ് ആയിട്ട് വന്നിട്ടില്ല. കാരണം ഫസ്റ്റില് എന്താ പറയാ സാറ് നമ്മള് ക്ലാസ് ഞാൻ ഫസ്റ്റ് എല്ലാവരും കയറിയതുപോലെ ആഡ് അക്കൗണ്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റേ ആഡ്സ് എന്താന്ന് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കമ്മ്യൂണിറ്റിയിൽ ഭൂരിഭാഗം ആൾക്കാരും കയറിയിട്ടുള്ളത്. സാറിന്റെ ഫസ്റ്റ് ഒരു വീഡിയോയിൽ തന്നെ ഷോക്ക് ആയിട്ടുണ്ട്. കാരണം ഓരോ ചലഞ്ചസ് ചെയ്യാനും ഇത്ര ബാങ്ക് അക്കൗണ്ട് വേണമെന്ന് പറയുമ്പോഴും ഇങ്ങനത്തെ വീഡിയോസ് കാണണം, ഇതാണ് ലൈഫ്, എങ്ങനെയൊക്കെ ചെയ്ത് തീർക്കാം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് കേട്ടപ്പോ തന്നെ ഇത് ഏരിയ മാറിയിട്ടുണ്ട് എന്ന് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഇവിടെ ഇതാണോ നടക്കുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ലൈഫ് ചേഞ്ചിങ്ങിനുള്ള ഒരു മോട്ടിവേഷൻ സാധനമാണ് ഇവിടുന്ന് തന്നിട്ടുള്ളത്. ഇവിടത്തേക്ക് മനസ്സിലായി, ഇവിടെ കുറെ ആൾക്കാരുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ മെസ്സേജിങ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയപ്പോ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ എന്നെക്കാട്ടിലും മുതിർന്നവരാണുള്ളത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ അവർ ഈ ഒരു വയസ്സിൽ ഡിസിഷൻ എടുത്തോണ്ടായിരിക്കും ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ ഈ ഒരു 19-ാം വയസ്സിൽ ഈ ഒരു ഡിസിഷൻ എടുത്തത് എത്ര കറക്റ്റ് ആയിട്ടുണ്ട്. കാരണം അവര് 35-40 വയസ്സുള്ളവരായിരിക്കും ഇതിൽ ഭൂരിഭാഗവും. ഐ തിങ്ക് പ്രായം കുറഞ്ഞവരിൽപ്പെട്ടവരായിരിക്കും ഞാൻ ഇതിലുണ്ടാവുക. അങ്ങനെ അന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, 45-ാം വയസ്സിൽ ഒരാള് അവരുടെ ഐഡിയ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ 19-ാം വയസ്സിൽ ഈ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത് ഒരിക്കലും വേസ്റ്റ് ആയിട്ടില്ല എന്നുള്ളത് എനിക്ക് അന്നപ്പോ മനസ്സിലായി. കാരണം ബാക്കിയുള്ളവരുടെ കമന്റുകൾ, റിപ്ലൈസ്, റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വായിച്ചു നോക്കും.
സോ അതിലൂടെ തന്നെ എനിക്ക് ഇതിന്റെ ഒരു വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് അധികം ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ പിന്നീട് ഞാൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ക്ലാസ്സുകൾ കേട്ടിട്ടില്ലെങ്കിൽ സാർ ഓരോ മെസ്സേജ് കാണുമ്പോൾ തന്നെ നമുക്ക് റിമൈൻഡർ ഉണ്ടാവും. അപ്പൊ ബാക്കിയുള്ള കോഴ്സുകളൊക്കെ എന്ന് പറഞ്ഞാല് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി അവരത് കഴിഞ്ഞു, പൈസ കയ്യിലാക്കിയാൽ പിന്നെ അവർക്കൊരു ബന്ധം ഉണ്ടാവില്ല നമ്മളായിട്ട്. ഒരു 4 ദിവസത്തെ ക്ലാസ് ആണ്, ക്ലാസ് കഴിഞ്ഞാല് പിന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പോലും ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ചിലപ്പോൾ വേറെ സ്റ്റാഫുകളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഉണ്ടാകും. ഇത് മെന്റർ ടു മെന്റർ ആകുമ്പോൾ നമ്മളൊരു കണക്ഷൻ അവിടെ ബിൽഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ഈ ഒരു ഇൻസൈറ്റും ഇതേ ഒരു പാത്താണ് ഞാനും എന്റെ ലൈഫിലും ഞാനിപ്പം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കോഴ്സിലും എല്ലാത്തിലും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇവിടുന്ന് എന്താണോ കാണുന്നത്, സാർ അവിടുന്ന് പഠിച്ചു തരുന്ന സാധനങ്ങൾ സാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, അത് ഞാൻ ഇവിടെ വേറെ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നു. അതാണ് ഞാൻ ഇപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതിന്റെ ഫസ്റ്റ് ബാച്ച് ലോഞ്ച് ചെയ്തു, സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. വിചാരിച്ചേക്കാട്ടില് സർപ്രൈസ് ആയിട്ട് എനിക്ക് അതിൽ നിന്ന് റിപ്ലൈസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രീഡം ബിസിനസ് ഓട്ടോമേഷൻ എന്നുള്ള ആ കോഴ്സ്, അതിനകത്ത് കുറച്ച് ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ വരുത്തേണ്ട കുറച്ച് ഫൗണ്ടേഷൻസ് ഉണ്ട്. ലോങ് ടൈം കണ്ടിട്ട് സ്ട്രേഞ്ചർ സീക്രട്ട് എന്നുള്ള ശബ്ദം കേൾക്കുക, ആ ഒരു കോഴ്സ് എത്രത്തോളം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്? ശരിക്കും നമ്മളൊരു ടെക്നിക്കലോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അഡ്വർടൈസിംഗിൽ വരുന്നതിന് മുമ്പ് കുറച്ചുകൂടെ വിഷൻ ക്രിയേറ്റ് ചെയ്യാൻ എത്രത്തോളം ആ ഒരു ഫ്രീഡം ബിസിനസ് ഓട്ടോമേഷൻ എന്നുള്ള കോഴ്സ് സഹായിച്ചിട്ടുണ്ട്? സത്യം പറഞ്ഞാല് നമ്മളൊക്കെ വിചാരിക്കേണ്ട ഈ IT ജോബ് എന്ന് പറഞ്ഞാല് പണിയെടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. അതായത് വീട്ടിൽ കുത്തിരുന്ന് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇങ്ങനെ വർക്ക് ചെയ്താൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകുക. ഈ ഒരു ഓട്ടോമേഷൻ സെറ്റപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ സാർ പറഞ്ഞ പോലെ, സാർ എപ്പോഴും പറയാറുള്ള പോലെ, വർക്ക് ചെയ്യാതെയും പൈസ ഉണ്ടാക്കാന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അന്നപ്പാണ് മനസ്സിലായിട്ടുള്ളത്. ഈ ഓട്ടോമേഷൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പം അതിന്റെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ കിട്ടാനാണ് നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക. സോ അതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സെറ്റപ്പിലേക്ക് എത്തിയാലായിരിക്കും നമുക്കും അതിനുള്ള ഒരു ഏരിയയും നമുക്കൊരു പ്ലേസ് കിട്ടിയാൽ, വർക്കിംഗ് സ്റ്റേഷൻ കിട്ടിയാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന്റെ ഏരിയ ഇപ്പം ഡെവലപ്പായി വന്നിട്ടുണ്ട്. കോഴ്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതും ഇനി അതിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്തു വരണം എന്നുള്ള ഐഡിയാസ് മനസ്സിൽ വരുന്നുണ്ട്. സോ ഇതൊക്കെ സാറിന്റെ ഒരു ഇൻസൈറ്റിലും ആ ഒരു കോഴ്സ് എടുത്തുകൊണ്ടാണ് മനസ്സിലായിട്ടുള്ളത്. പിന്നെ അതുപോലെ ബാങ്ക് അക്കൗണ്ടിൻ്റെതും 10% മാറ്റി വെക്കണം എന്നുള്ളത് പറയുമ്പോൾ ഒക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ പോസിബിൾ ആവുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ആ ഒരു പാത്തിലേക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുമ്പോൾ ഇതൊക്കെ പോസിബിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമ്മുടെ ഒരു 10% ചാരിറ്റബിൾ ആക്ടിവിറ്റി ഒക്കെ മാറ്റാനായിട്ട് തുടങ്ങിയോ? തുടങ്ങാനൊരു വളരെ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഒരു കണ്ടിന്യൂഷൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ചെയ്യാറുണ്ട്. നമ്മൾക്ക് കിട്ടുന്നതിന്റെ ഒരു പാതി നമ്മൾ എവിടുന്ന് കാണുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഒരുപാട് പേര് ചാരിറ്റി വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ഉള്ളിൽ ഒരു ഇത് വരും, നമ്മളിവിടെ പണിയെടുക്കുമ്പോ അവരെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണല്ലോ എന്നുള്ളത്. പുറത്തു വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ട്, ചെറിയ രീതിയിലാണെങ്കിലും ചെയ്യാറുണ്ട്. അതെ, കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ മണി മാനേജ്മെന്റ്, മണിയുടെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ കിട്ടുന്ന പൈസയൊന്നും നമുക്കുള്ളതല്ല എന്നുള്ളൊരു ചിന്ത വളർത്താനാണ് നമ്മളൊരു പ്രോഫിറ്റിന്റെ 10% റെഗുലറായിട്ട് മാറ്റാൻ പറയുന്നത്. അപ്പോൾ അത് ശീലിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ നമ്മുടെ താഴെ മണി നിൽക്കത്തുള്ളൂ, നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് മണി വരില്ല. അപ്പോൾ നമ്മൾ മുകളിലേക്ക് നിന്ന് നമുക്ക് ആവശ്യമുള്ളൊരു 30% നമ്മുടെ കാര്യങ്ങൾക്ക് എടുത്തിട്ട് ബാക്കിയെല്ലാം റീഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ ഒരു സിസ്റ്റം കറക്റ്റ് വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒത്തിരി അങ്ങോട്ട് റിലേഷൻ മണിയായിട്ട് വരത്തില്ല. മണി നമ്മുടെ ഒരു ഉപകരണം, ശരിക്കും പറഞ്ഞാൽ അടിമയെ പോലെ പണിയെടുപ്പിക്കേണ്ട ഒരു സാധനമാണ് മണി. ആ ലെവലിൽ നമുക്ക് ഒരു 10 വർഷം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞ് എവിടെ എത്തണമോ അതിനനുസരിച്ച് നമുക്കിപ്പോൾ വർക്ക് ചെയ്യാം. പക്ഷേ ഇതൊരു നല്ല പ്രായമാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് കമ്മ്യൂണിറ്റിയിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ. എനിക്ക് തോന്നുന്നു ഈ ഒരു വയസ്സിൽ വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു, ഇതിനോട് താഴോട്ട് ആരുമില്ല. അൻസർ തന്നെ ആയിരിക്കും ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ. വളരെ സന്തോഷം. അതോടൊപ്പം അൻസർ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ സാമ്പത്തിക സ്രോതസ് ഏതൊക്കെയാണ്? ഓക്കെ, ഞാൻ 2 മാസം മുന്നേ വരെ ഈ ഒരു ലാസ്റ്റ് മന്ത് വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻലി ഫോക്കസ് ചെയ്തത് ഡിസൈനിങ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ഒരു രംഗത്തായിരുന്നു. ഞാൻ ആണെങ്കിൽ അതിന്റെ ഒരു സ്റ്റോറി പറയാന്നുണ്ടെങ്കിൽ ഏകദേശം 2021 കാലഘട്ടത്തിലാന്ന് തോന്നുന്നു. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന ടൈമിനാണ് ഡിസൈനിങ്ങിലേക്ക് വന്നിട്ടുള്ളത്. ഡിസൈനിങ് പഠിച്ചു. അങ്ങനെ അവിടുന്ന് ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലേസ് കിട്ടി. ഏകദേശം 1800 പരം പോസ്റ്റേഴ്സ്, വീഡിയോസ്, കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെയ്തു കൊടുത്ത വർക്കുകൾക്കൊന്നും പേയ്മെന്റ് കിട്ടിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഏകദേശം 12 ലക്ഷം രൂപ എനിക്ക് അന്ന് ഇന്നത്തെ ഞാൻ എടുക്കുന്ന വാല്യുവേഷനിൽ എനിക്ക് കിട്ടാനുണ്ട്.
ഇന്നത്തെ ഞാൻ ക്ലയന്റിന് കൊടുക്കുന്ന, ഞാൻ വാങ്ങുന്ന എമൗണ്ട് വെച്ചിട്ട് ബില്ല് ചെയ്താൽ 12 to 15 ലക്ഷം രൂപ വരെ എനിക്ക് തരാനുണ്ട്. ബട്ട് അതിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. അതിനുശേഷം ഞാൻ വേറൊരു ഹൈലൈറ്റിലെ ഒരു കമ്പനിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാനേജറായിട്ട് ഇന്റേൺഷിപ്പിന് കയറി. 6,000 rupees അവരെന്നെ ഇന്റേൺഷിപ്പ് ഓഫർ ചെയ്തു. 2 മാസം വർക്ക് ചെയ്തു, ഏകദേശം 52 ദിവസം വർക്ക് ചെയ്തു. സോ അതിന്റെ ഇടയ്ക്ക് നമ്മൾ അവര് കൂടെ വർക്ക് ചെയ്യുന്നത് മാത്രം മതിയാവില്ലല്ലോ, നമുക്കൊന്ന് ഡെവലപ്പ് ആവേണ്ടതുണ്ടല്ലോ. അതിലൂടെ ഞാൻ വേറൊരു സൈഡായിട്ടുള്ള നമ്മൾ നോക്കിയത് അവർക്ക് പറ്റില്ല എന്ന് തോന്നുന്നു. സോ അവിടുന്ന് പിന്നീടുള്ള അവരുടെ വാക്കുകളൊക്കെ നമുക്ക് എതിരായി. 52 ദിവസം ഏകദേശം 2 മാസത്തിന്റെ അടുത്ത് വർക്ക് ചെയ്തു, സാലറി തന്നില്ല. ആകെ 3000 രൂപ മാത്രമാണ് അവർ പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിന്റെ വർക്കുകളൊന്നും ഒന്നിനും പറ്റാത്തതാണ്, കമ്പനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല നിന്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുള്ളത്, ഒരു കമ്പനിക്ക് കിട്ടേണ്ട വർക്കുകളൊന്നും അവിടുന്ന് കിട്ടിയിട്ടില്ല, സോ അതുകൊണ്ട് നമുക്ക് പേ ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് പഠിച്ചിട്ട് വന്നാൽ മതി, ഇപ്പം എവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു വാക്ക് കിട്ടി. ഞാനത് സന്തോഷത്തോടുകൂടി ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പഠിച്ചിട്ട് വരാം, ഞാൻ ഏതായാലും നിങ്ങളുടെ കമ്പനിക്ക് ഞാനൊരു ഭാരമാവുന്നില്ല, ഞാൻ കാരണം നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാവരുതെന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. 3000 രൂപ മാത്രമാണ് അന്ന് എനിക്ക് അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അന്നൊരു വാശി ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഇതിനേക്കാൾ മുകളിൽ എത്തണം എന്നുള്ള ഒരു ഇൻസൈറ്റ് ഇവരൊക്കെ തന്നത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അതിനൊരു താങ്ക്സ് വേണമെങ്കിൽ അവർക്ക് ഇപ്പൊ പറയാം. സോ അന്ന് ഈവനിങ് തന്നെ കോളേജിലൊരു കരിയർ ഗൈഡൻസിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ജോബ് ഹണ്ടിങ്. അതിലൂടെ തന്നെ എനിക്ക് കോഴിക്കോടുള്ള ഒരു കമ്പനിക്ക് പ്ലേസ്മെന്റ് കിട്ടുകയും അവിടെ എത്തിയപ്പം ഓഫ്ലൈൻ ആയിരുന്നുണ്ടെങ്കിലും ബട്ട് ഞാൻ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. നമ്മൾ ഇതാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവരെനിക്ക് വർക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്തു. 3 കമ്പനികൾ, 3 സെന്ററുകളുള്ള ഒരു കമ്പനിയായിരുന്നു. അവര് എനിക്ക് വർക്ക് തന്നു. ഏകദേശം 6 മാസത്തിന് മുകളിൽ അവർക്ക് കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. സോ അന്ന് തന്നെ എനിക്ക് 3000 രൂപ തന്ന സ്ഥലത്ത് ഒരു ദിവസം കൊണ്ട് എനിക്കത് 10,000. ഞാൻ അവിടുന്ന് പറഞ്ഞ എമൗണ്ട് എനിക്ക് തന്നു. എന്നോട് സാലറി എത്ര വേണ്ടത് ചോദിച്ചു. എനിക്കറിയില്ല, ഞാൻ മാർക്കറ്റിൽ ഫസ്റ്റ് ടൈമാണ്, ഞാൻ കൂടുതൽ പുറത്തൊന്നും വർക്ക് ചെയ്തിട്ടില്ല, ഒക്കെ ഫ്രീലാൻസ് ആയിട്ട് നമ്മളെ അടുത്തേക്ക് വരുന്ന വർക്കുകളാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ പറഞ്ഞോളൂ, അതാണ് നമ്മൾ പേ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ടൈമാണ് 10,000 പറഞ്ഞു, ബില്ലിങ് ചെയ്തു. അത് അവർ അഡ്വാൻസ് എമൗണ്ട് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്റെ അക്കൗണ്ടിലേക്ക് പേ ചെയ്തു. അവിടെയാണ് ഞാൻ ഷോക്ക് ആയിട്ടുള്ളത്. ഇവിടെ ഞാൻ 3000 രൂപക്ക് അവരുടെ കാല് പിടിച്ച സമയത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, എന്താണ് എന്റെ ഭാഗത്തുള്ള തെറ്റ്, അല്ലെങ്കിൽ ചെയ്ത വർക്കിനുള്ള എമൗണ്ട് നമുക്ക് കിട്ടണമല്ലോ, അത് എല്ലാവരുടെയും ഒരു കടമയാണ് അല്ലെങ്കിൽ ബാധ്യതയാണ്, അത് കിട്ടണം എന്നുള്ളത്. സോ ഞാനത് വിട്ടു. വീട്ടുകാരും പറഞ്ഞു, ഇനി അത് ചോദിച്ചു പോകണ്ട, അത് വിട്ടാണെന്ന് പറഞ്ഞു. സോ അന്ന് ഈവനിങ് ഉമ്മ പറഞ്ഞിട്ടായിരുന്നു പോയിണ്ടായിരുന്നത്. അങ്ങനെ ഈവനിങ് അവർ പറഞ്ഞ അവരുടെ മെയിൽ വന്നു. ഏകദേശം 10,000 ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് നമുക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ വീട്ടുകാരെന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേണ്ടിയിട്ടുള്ള വഴിയാണെന്നുണ്ടെങ്കിൽ അത് എത്ര വാതിലുകൾ അടിഞ്ഞാലും മുന്നിൽ വലിയ വലിയ വാതിലുകൾ തുറക്കപ്പെടും. ആ വാതിൽ അവിടെ അന്ന് അടിഞ്ഞതുകൊണ്ട് ഇന്ന് എനിക്ക് അതിലേക്കാട്ടും വലിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ബിസിനസ്സിൽ ഏത് ലൈഫിലായാലും ഒരുപാട് വാതിലുകൾ അങ്ങനെ തുറക്കപ്പെടും, അതിലൂടെയൊക്കെ നമ്മൾ കയറിപ്പോവും. പക്ഷെ അതിന്റെ ഒക്കെ എൻഡ് എന്ന് പറയുന്നത് വേറൊരു വാതിലേക്കായിരിക്കും അത് കണക്ട് ചെയ്യുന്നുണ്ടാവുക. സോ അതില് ഇതിവിടെ ലോക്കായാലും കുറച്ച് തുരുമ്പുണ്ടെങ്കിലും അത് ഒന്ന് തുറക്കാൻ ശ്രമിക്കുക. തുറന്നാൽ നല്ലൊരു വാതിൽ, സ്വർണ്ണവാതിലുകൾ അപ്പുറത്തുണ്ടാവും. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഒരുപാട് തളർച്ചകൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് പണി തരാൻ നോക്കിയിട്ടുണ്ട്, വാട്സപ്പുകൾ ബാനാക്കി, റിപ്പോർട്ട് അടിച്ച് ബാനാക്കിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും പക്ഷെ നമ്മൾ തളരാൻ റെഡിയല്ല. ഇങ്ങോട്ട് തളർത്താൻ ശ്രമിച്ചാലും നമ്മൾ അടുത്തതിലേക്ക് ഉയർത്തുന്നതിലേക്ക് അവരെ നമ്മൾ താഴ്ത്താൻ നമ്മൾ ശ്രമിക്കുക. അതിലൂടെയൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പാഠെന്ന് പറയുന്നത്. ഓക്കെ, നിലവിൽ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? വർക്കുകളല്ലാതെ മറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഇപ്പൊ നിലവിൽ എന്തൊക്കെയാണ് ഇൻകം സോഴ്സ് ഇപ്പോ നിലവിലുള്ളത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോ സൈഡായിട്ട് ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ ഞാൻ ലാസ്റ്റ് മന്ത് ഫസ്റ്റ് ബാച്ച് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു L1 കോഴ്സ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു ഡിപ്ലോമ കോഴ്സ് ബാക്കി ഷെഡ്യൂൾസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫസ്റ്റ് ബാച്ച് റൺ ചെയ്തു, ഇപ്പൊ റണ്ണിങ് ആണ്. ഇന്ന് 4ാമത്തെ ഡേ ആണ്. ഇതുവരെയുള്ള ഡേയ്സ് എല്ലാം നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടുണ്ട്. ഓരോ ക്ലാസ് കഴിയുന്നതിന് ശേഷവും ഓരോ കുട്ടികൾ ജോയിൻ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷമാണ്. കോളേജിലുള്ള സ്റ്റുഡൻസും പുറത്തുനിന്നുള്ളവരും ഇറ്റലിയിൽ നിന്നുള്ളവരും ഒക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ടീച്ചർമാരുടെ ഭാഗത്തു നിന്നായാലും കോളേജിന്റെ ഭാഗത്തു നിന്നായാലും നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട്
വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, നമ്മുടെ ഈ കോഴ്സ് ഫസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കോളേജ് ബേസ്ഡ് ആയിരുന്നു. സോ അവിടുന്ന് പ്രിൻസിപ്പാളുടെ ഭാഗത്തു നിന്ന് തന്നെയായിരുന്നു എനിക്കൊരു അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സാറ് ഞാൻ ഒരു 4 ദിവസത്തെ കോഴ്സ് ലോഞ്ച് ചെയ്ത ടൈമിൽ തന്നെ സാറ് പറഞ്ഞു ഇതൊരു ഡിപ്ലോമ ആക്കിയിട്ട് കോളേജിൽ തന്നെ കൊടുക്കാണ്. സോ അവിടെ നിന്നാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു മോട്ടിവേഷൻ കിട്ടുമ്പോഴാണ് നമ്മളല്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുന്നത്. സോ അങ്ങനത്തെ ഒരുപാട് ഹെൽപ്പ് കോളേജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നല്ലോ, അത് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് ഈ ഒരു ഇത് ചെയ്യാനായിട്ട്? യെസ്, അതിലൂടെ ഞാൻ 2022 ChatGPT ഇറങ്ങിയ ടൈമിന് ഇതിനെ കുറിച്ച് ഇതിന്റെ പുറകില് സഞ്ചരിച്ചിട്ടുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്ന് കേട്ട ഉടനെ തന്നെ എന്തോ മൈൻഡിൽ സ്ട്രൈക്ക് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എന്തോ അത് വരാനിരിക്കുന്ന ഒരു ലോകമാണെന്ന് മനസ്സിലാക്കുകയും ഞാൻ അതിങ്ങനെ യൂസ് ചെയ്ത് നോക്കുകയും അതിൽ വരുന്ന അപ്ഡേറ്റുകൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വീക്ഷിക്കാറുണ്ട്. സോ അങ്ങനെയാണ് ഇതിൽ കോഴ്സിലും നമ്മളൊരു AI കോഴ്സ് ഉണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കും എന്തോ ഒരു മൈൻഡിൽ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഞാൻ കോഴ്സ് അറ്റൻഡ് ചെയ്തു. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മള് അതായത് സാർ അത് ഇൻക്ലൂഡ് ചെയ്തതിന് ഞാൻ താങ്ക്സ് പറയാണ്. കാരണം ഇതറിയാത്ത ഒരുപാട് പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുമായിരുന്നു ഇത് സാധനം കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ. സോ അത് എല്ലാവരിലേക്ക് എത്തിക്കാൻ സാറും ഒരു സ്റ്റെപ്പ് എടുത്തതിന് സാറിന് ഞാൻ ഒരു താങ്ക്സ് പറയാണ് അവിടെ. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. ഇനി ഇതുവരെയായിട്ട് ഇത്രയും നമ്മുടെ കമ്മ്യൂണിറ്റി വന്നതിന് ശേഷം എത്ര എമൗണ്ട് ഏൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്ര എമൗണ്ട് ഏൺ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാല് അത് കൗണ്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൽ എനിക്ക് ഡൗട്ടാണ്. കാരണം ഞാൻ ഓരോ പേയ്മെന്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ സാറ് പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. ഞാൻ ഓരോ കോഴ്സ് പർച്ചേസ് ചെയ്തിടും, അല്ലെങ്കിൽ ഓരോ കോഴ്സിലേക്ക് പോകും, അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റുകൾ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. ഇപ്പം ലാപ്ടോപ്പ് ആയാലും 1 lakhന്റെ പുറത്തുള്ള ലാപ്ടോപ്പ് അതിലൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റി. ചെയർ ആയാലും സ്റ്റുഡിയോ സെറ്റപ്പ് ആയാലും ഫോൺ ആയാലും ക്യാമറ ആയാലും ഇതിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഞാൻ നോക്കാറുള്ളത്. നമുക്ക് ഫ്യൂച്ചറിൽ കാര്യം ഉണ്ടാകുന്നതിലേക്ക് മാത്രമാണ് നമ്മൾ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. ജസ്റ്റ് വെറുതെ ഫുഡ് അടിച്ചും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വണ്ടിയോ അങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങിയിട്ട് നമുക്കൊരു എക്സ്പെൻസ് ഉണ്ടാക്കുന്നതിലും നല്ലത് ഒരു അസറ്റ് ഉണ്ടാക്കിയിട്ട് അത് റിട്ടേൺ കിട്ടുന്ന ഒരു അസറ്റിലേക്ക് ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു ബിസിനസ് റിലേറ്റഡ് മൈൻഡ്സ് ഉണ്ട്. എന്തായാലും ഒരു 1 lakhന് മുകളിൽ നമുക്ക് ഇതുവരെയും ഏൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഷുവർ, ശരിക്കും നല്ല തുടക്കമാണ്. ഞാൻ അതുകൊണ്ട് ഈ ഒരു ഹോളോഫ്രെയിമിലേക്ക് വിളിച്ചത്. നമ്മുടെ ഹോളോഫ്രെയിംസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ല തുടക്കം കുറിക്കുക എന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു 1 lakh ഈ ഒരു പ്രായത്തിൽ ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ ഇനി ഈ ഒരു യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഒരു 5 lakhs മുന്നോട്ട് പോകും. 1 day 1 ചെയ്യാം. ഓക്കെ, ഇതാണ് ഞാൻ ഫോക്കസ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുമ്പോൾ ഈ ഒരു 1 lakh നമ്മൾ കുറെ ദിവസം കൊണ്ടാണ് ചെയ്തെങ്കിൽ അല്പ ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു 10 ദിവസം കൊണ്ട് 15 ദിവസം കൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആർട്ടിസ്റ്റ് സച്ചിനൊക്കെ 2 ആഴ്ച കൊണ്ട് 2 lakhs ഇതൊക്കെ അവരുടെ ലൈഫിൽ ഇന്ന് വരെ കാണാത്ത കാര്യമാണ്. പക്ഷെ പ്രത്യേകിച്ച് നമ്മുടെ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന പേരൻസ് ഒരു ദിവസം ഇത്രയും പൈസ ചെയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പോ ഞാനത് ഷോക്ക് ആയിട്ടുണ്ട് അത് കണ്ടപ്പം തന്നെ. കാരണം ആർട്ടിസ്റ്റിലൂടെ ഇങ്ങനെയൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത്. കാരണം ഈ ആർട്ടിസ്റ്റ് പറയുന്ന ഒരു ഓഫ്ലൈൻ സാധനമാണ്. അത് ആൾക്കാരെ മുന്നിൽ വരച്ച് അവർക്ക് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. അത് ഓൺലൈനിക്ക് പ്രസന്റ് ചെയ്തിട്ട് ഏകദേശം മന്ത്ലി 35 lakhs സംതിങ് ഒക്കെ ഉണ്ടാക്കി ഇന്റർവ്യൂസ് ഞാൻ കണ്ടപ്പം തന്നെ ഞാൻ തന്നെ ഷോക്ക് ആയിട്ടുണ്ട്. ഈ ഓട്ടോമേഷൻ സെറ്റപ്പിലൂടെയാണ് അവർ നേടിയിട്ടുള്ളത് കണ്ടപ്പോൾ തന്നെ നമുക്കും ഇതൊക്കെ സാധ്യമാവുന്നുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ട് മൈൻഡില്. ഇതിലേക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ചെയ്യുന്നത് നമ്മുടെ ഈ വെഡിങ്ങിന് ഫാമിലിയിലെ പല മെമ്പേഴ്സും ഉണ്ടാകാത്ത ആൾക്കാരാണ്. അച്ഛനും അമ്മയോ ഇല്ലാത്ത ആൾക്കാരാണ്, മരണപ്പെട്ടവരാണ്. അപ്പോൾ ഈ എല്ലാവരുടെയും ഒരു മനസ്സിലെ ആഗ്രഹമാണ് ഫാമിലി ഫോട്ടോയുടെ കൂടെ അച്ഛനില്ലെങ്കിൽ അച്ഛന്റെ ഫോട്ടോയും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് പുള്ളി ക്രിയേറ്റീവായിട്ട് ചെയ്യുകയും കോളേജിലും പല സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിന്റെ റീൽസ് കയറി വൈറലാവും. ആ ഒരു ഇമോഷണൽ കണക്ഷനാണ്. അപ്പൊ എനിക്ക് അത് കാണുമ്പോൾ എന്റെ മനസ്സിലും അത് ചെയ്യണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്നൊരു താല്പര്യം വരും. അച്ഛനും അമ്മയും ഇല്ലാത്ത ഫോട്ടോ ഒരുമിച്ച്. അപ്പോൾ ആ ഒരു ഇമോഷണൽ കണക്ഷൻ വർക്ക് ചെയ്തിട്ട് ആ ഒരു ഒറ്റ റീൽസ് കയറി, അതും വിത്തൗട്ട് അഡ്വർടൈസിംഗ് ആണ്. അഡ്വർടൈസിംഗ് പെയ്ഡ് പ്രൊമോഷൻ. അപ്പോൾ ഈ സാധ്യത കാണുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാം വണ്ടടിച്ചിരിക്കും ഇതെന്താ സംഭവിക്കുന്നത്. അപ്പൊ എനിക്കും ശരിക്കും ഇതുപോലെയാണ്. ഞാനൊരു 1 year അച്ചീവ് ചെയ്ത് 1 day എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു അക്സെപ്റ്റ് നമ്മുടെ നാട്ടിലും ചുറ്റോടൊന്നും ആരും അത്രയൊന്നും മനസ്സിലാക്കില്ല. പക്ഷെ നമ്മുടെ ആ ജേണി കുറച്ച് നമ്മുടെ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു 10% മധുരമായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക. നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യും. കാരണം ഈ പൈസ വരുന്നേക്ക് ഒരു സൈഡിൽ പോകും. പക്ഷെ അതല്ലാതെ നമുക്ക് എത്രത്തോളം സമൂഹത്തിന് വാല്യൂ കൊടുക്കാൻ പറ്റി, എത്രത്തോളം ആൾക്കാരെ നമുക്ക് കരുതാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നല്ല ഒരു മൈൻഡ് സെറ്റ്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്. ആ മൈൻഡ് സെറ്റിനെ മുറുകെ പിടിച്ചുകൊണ്ട് ലോങ് ടൈമിലേക്ക് കാര്യങ്ങൾ ചെയ്യുക. ഈ നേരത്തെ ചെയ്തുകൊണ്ട് പറഞ്ഞതുപോലെ ആവശ്യമുള്ള കൂട്ടുകെട്ടിലേക്ക് മാത്രം പോയിട്ട് നന്നായിട്ട് മുന്നോട്ട് പോവുക. കമ്മ്യൂണിറ്റിയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. നമുക്ക് ഈ വരുന്ന ഓഫ്ലൈൻ മീറ്റിൽ നേരിട്ടിരുന്ന
സോ അടുത്തൊരു ഷുവർ സർ. ഇന്റർവ്യൂ വീണ്ടും കാണണം. ഇതൊരു പ്രോഗ്രസീവ് ഗെയിമിംഗ് ആണ്. നമുക്ക് തുടർച്ചയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഷുവർ മറ്റെന്തെങ്കിലും സർ. മെസ്സേജ് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ആൻസറിന് കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. ആര് വർക്ക് ചെയ്താലും പേയ്മെന്റ് കൊടുക്കാതിരിക്കരുത്. ഞാൻ ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഏകദേശം 5ഓളം ആൾക്കാർക്ക് ഞാൻ സാലറി കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ കണ്ടന്റ് റൈറ്റിംഗ് ആയാലും ഡിസൈനിങ് ആയാലും അത് ക്ലൈന്റ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും പേയ്മെന്റ് കൊടുക്കാറുണ്ട്. കാരണം ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു വേദന എനിക്ക് മനസ്സിലാവും. നമ്മൾ വർക്ക് ചെയ്തിട്ട് പേയ്മെന്റ് കിട്ടിയില്ല എന്ന് അതിന്റെ ഒരു വേദന നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാവണമെങ്കിൽ കിട്ടുമ്പോഴേ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. ആര് എന്ത് വർക്ക് ചെയ്താലും അവർക്ക് ഈ പേയ്മെന്റ് കൊടുക്കുന്നത് അവർക്കൊരു അപ്രീസിയേഷൻ ആണ്. നാളെ നമ്മൾ വേറൊരു വർക്ക് ഏൽപ്പിച്ചാൽ നമുക്ക് പേയ്മെന്റ് കൊടുക്കാൻ ലേറ്റ് ആയാൽ പോലും അവരെ നമ്മളൊന്നും പറയില്ല. അവർക്ക് നമ്മളിലേക്ക് ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് കടന്നു കയറാനുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളത്. സോ ഇന്ന് വരെ ഞാൻ അതിനുശേഷം എന്നെ ആര് വർക്ക് ഞാൻ ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും അതിനുള്ള പേയ്മെന്റ് ചെറിയ രീതിയിലാണ് പോലും ഞാൻ കൊടുക്കാറുണ്ട്. സോ അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ആര് വർക്ക് ചെയ്താലും വർക്ക് ചെയ്യിപ്പിച്ചാലും പൈസ കൊടുക്കുക. അതിൽ ചിലപ്പോൾ പൈസ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മൈൻഡ് തന്നെ എന്താ പറയാ അവരെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരു സംഭവമായിട്ട് മാറും. മൈൻഡിൽ നിന്ന് ഒരു വെറുപ്പ് കയറി കിട്ടിയാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ഇതാണ് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാനുള്ളത്. നമുക്ക് ഈ ലോകത്തിനോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നമ്മൾ സക്സസ് ആകുക എന്നുള്ളതാണ്. അപ്പോഴത്തേക്കും Yes. കുറെ നാൾ കഴിയുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ തിരിഞ്ഞു നോക്കും, എനിക്കത് നഷ്ടമാക്കണ്ടായിരുന്നു, ഒരു നല്ല അതെ. ഓപ്പർച്യൂണിറ്റി ചിന്തിക്കുന്നില്ല. എല്ലാം നല്ലതിന് വേണ്ടി ഇതിന്റെ എല്ലാ Yes, sure. പ്രത്യേകിച്ച് നമുക്ക് വരുന്ന പ്രയാസങ്ങളാണ് ശരിക്കും നമ്മളെ നമ്മളാക്കുന്നത്. നമുക്ക് എല്ലാ Sure. സാഹചര്യങ്ങളും നല്ലതായിരുന്നെങ്കിൽ ചിലപ്പോൾ അവര് ഒരു അത്യാവശ്യം ഒരു 10,000 രൂപ തന്ന് ഇരുത്തിയിരുന്നെങ്കിൽ ഇന്നും ആ 10,000 രൂപയിൽ ഇരിക്കുമായിരുന്നു. പക്ഷെ അത് കൊണ്ട് അതെ, sure. 1 lakhന് മുകളിൽ അച്ചീവ് ചെയ്യാൻ കഴിയും. Sure. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും. അവിടെ അവര് ക്ലയന്റുകൾ വരെ എന്ന് എനിക്ക് എന്റെ ക്ലയന്റ് ആയിട്ട് മാറിയും അതെനിക്കൊരു പേഴ്സണൽ ബന്ധമായിട്ട് മാറിയും അവരുടെ എല്ലാ പ്രൊജക്റ്റുകളും നമ്മളെ ഏൽപ്പിക്കുകയും വിശ്വസിച്ച് ഏൽപ്പിച്ച് ഇന്ന് കേരളത്തിൽ ലീഡിംഗ് ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളാണ് റൺ ചെയ്യുന്നുള്ളത്. അതിന്റെ ഫുൾ സോഷ്യൽ മീഡിയ അടക്കം എല്ലാ കാര്യങ്ങളും നമ്മളെ കയ്യിലാണ്, നമ്മളാണ് റൺ ചെയ്യുന്നത്. പേഴ്സണൽ ബ്രാൻഡിങ് അടക്കം പേഴ്സണൽ പ്രൊഫൈലുകൾ അടക്കം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത എന്താ പറയുക ഒരു അഭിമാനമാണ്. കാരണം വർക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞവർ തന്നെ അവരുടെ ക്ലയന്റ് നമ്മളെ അടുത്തേക്ക് വന്ന് അവരുടെ ഫുൾ പ്രൊജക്ട് കൊച്ചിയിൽ പുതിയൊരു ബിഗ് പ്രൊജക്ട് അനൗൺസിങ്ങിനാണ്. അതിന്റെ ലോഞ്ചിങ് വരും മാസങ്ങളിൽ എന്തായാലും ഉണ്ടാവും. അതൊരു കേരളം മൊത്തം അറിയുന്ന ഒരു ലോഞ്ചിങ് ആയിട്ട് നമ്മളത് മാറ്റുന്നുണ്ട്. സോ അതിന്റെ ഫുൾ പ്രൊജക്ട് ബ്രാൻഡിങ് അടക്കം ലോഗോ അടക്കം എല്ലാ പ്രൊഡക്റ്റുകളും നമ്മളാണ് ചെയ്തിട്ടുള്ളത്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. വളരെ സന്തോഷം. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ പോവാം. എല്ലാ ദിവസവും നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന ശീലം കൊണ്ടുവരിക. ഒരാളോടും Okay. പരാതികളില്ലാതെ ഫുൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ലൈഫ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. എല്ലാവിധ Thank you, ആശംസകളും. sir. നമുക്ക് മറ്റൊരു കോൾ ഫ്രെയിമിൽ വീണ്ടും